ഹലോ ഗൈസ്, വെൽക്കം ടു ദി ക്ലാസ്. സോ പാർട്ട് 4 ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കിങ്ഡം ഫംഗൈൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫൈക്കോമൈസൈറ്റ്സ്, ആസ്ട്രോമൈസൈറ്റ്സ്, ബെസിഡിയോമൈസൈറ്റ്സ്, ഡ്യൂട്ടീരിയോമൈസൈറ്റ്സ്. ഓക്കെ, സോ നമ്മൾ മുന്നത്തെ പാർട്ട് കാണാത്തത് എന്ത് ചെയ്യുക, അത് കണ്ടിട്ട് വന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഓക്കെ, സോ ഫൈക്കോമൈസൈറ്റ്സ് അല്ലേ, ഈ ഫൈക്കോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മുടെ ഒരു ഫംഗൈൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം ഈ ശരിക്കും ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ എന്തിന്റെ ബേസിലാണ് ചെയ്തതെന്ന് അറിയാം. അതായത് മോർഫോളജി ഓഫ് മൈസീലിയം. അപ്പം എന്താണ് ഈ മോർഫോളജി ഓഫ് മൈസീലിയം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സെപ്റ്റേറ്റ് ഹൈഫേ, അതായത് സെപ്റ്റർ ക്രോസ്വാൾ ഉള്ള ഹൈഫയും ക്രോസ്വാൾ ഇല്ലാത്ത ഹൈഫയും. അതേപോലെ തന്നെ അടുത്താണ് മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ ആൻഡ് ഫ്രൂട്ടിംഗ് ബോഡീസ്. ഈ മൂന്ന് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് ഫംഗസ് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്ത്? ഫൈക്കോമൈസൈറ്റ്സ്, ascomycetes, pseudomycetes and deuteriomycetes. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. സോ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഫൈക്കോമൈസൈറ്റ്സ്. ഓക്കെ, ഫൈക്കോമൈസൈറ്റ്സ്. സോ ഫൈക്കോമൈസൈറ്റ്സ് എവിടേക്കാണ് കാണുന്നത് അറിയും. അതൊരു എക്വാട്ടിക് ഹാബിറ്റാറ്റ്. എക്വാട്ടിക് ഹാബിറ്ററ്റ്. അതേപോലെ തന്നെ നമ്മളെ ഡീക്കേയിങ് വുഡ് അവിടേക്ക് കാണാം. എക്വാട്ടിക് ഹാബിറ്റാറ്റ്, പിന്നെ ഡീക്കേയിങ് വുഡ്. ഓക്കെ, അതേപോലെ തന്നെ ഇവരൊരു ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. ഈ ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? സ്ട്രിക്ട്ലി എന്നൊരു മീനിങ്. അപ്പം ഇവർ സ്ട്രിക്ട്ലി എന്താ? പാരസൈറ്റ് ആണ്. ഇവർക്കൊരു ലിവിങ് ആയ പ്ലാൻ ബോഡി വേണം, എങ്കിൽ മാത്രമേ ഇവർക്ക് റീപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവർക്കൊരു ലിവിങ് ആയ ഒരു പ്ലാൻ ബോഡി വേണം, എങ്കിൽ മാത്രമേ എന്തിന് പോസിബിൾ ആവത്തുള്ളൂ? റീപ്രൊഡക്ഷൻ പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, സോ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ് ആര്? ഫൈക്കോമൈസൈറ്റ്സ്. ഓക്കെ, ഇവരുടെ മൈസീലിയം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, സെപ്റ്റേറ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ സെപ്റ്റേറ്റ് ഹൈഫേ എന്നൊക്കെ. അപ്പം സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് സെപ്റ്റ അല്ലേ, ഇതാണ് സെപ്റ്റ. ഓക്കെ, സോ ഇതിൽ ക്രോസ് വാൾ എന്ന് പറയും. ക്രോസ് വാൾ, ഇത് ന്യൂക്ലിയസ്. ഓക്കെ, ഇപ്പം ഈ ഫൈക്കോമൈസൈറ്റ്സിന്റെ ഇതില് നമുക്ക് എന്ത് കാണത്തില്ല? സെപ്റ്റ ഇല്ല. ഓക്കെ, അപ്പം എസെപ്റ്റേറ്റ് ആണ്. എസെപ്റ്റേറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാ വരുന്നുണ്ടാവുക? നമ്മുടെ മൈസീലിയം ആണെങ്കിൽ ഇവിടെയൊക്കെ ന്യൂക്ലിയസ് ഉണ്ട്. സോ ഫൈക്കോമൈസൈറ്റ്സിന്റെ മൈസീലിയം എങ്ങനെയാണ്? മൈസീലിയം എസെപ്റ്റേറ്റ്. ആരില്ല? സെപ്റ്റ ഇല്ല. സെപ്റ്റ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോസ്വാൾ ആണ്. എസെപ്റ്റേറ്റ് ആയിക്കൊണ്ട് എന്താ? ക്രോസ്വാൾ ഇല്ല. അതേപോലെ തന്നെ സീനോസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടി ന്യൂക്ലിയേറ്റഡ്. ഇവിടെ കണ്ടില്ലേ ഒരുപാട് ന്യൂക്ലിയസ്. ഇതിന്റെ ഇടയിൽ എന്തില്ല? ക്രോസ്വാൾ ഇല്ലാത്തതിനെ കൊണ്ടാണ് എന്തുള്ളത്? നമ്മൾ എസെപ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തതാണ് ഇതിന്റെ നമ്മൾ റീപ്രൊഡക്ഷൻ നോക്കുന്നത്. സോ മൈസീലിയം എസെപ്റ്റേറ്റ് ആണ്. അതേപോലെ തന്നെ സീനോസൈറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ്. ഇനി അടുത്ത് റീപ്രൊഡക്ഷൻ. ആദ്യം എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിൽ നമുക്ക് എന്ത് കാണാം? സ്പൊറാഞ്ചിയം കാണാം. ഓക്കെ, സ്പൊറാഞ്ചിയം. ഓക്കെ, അപ്പൊ ഈ സ്പൊറാഞ്ചിയത്തിനാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഒരു സ്പൊറാഞ്ചിയം എങ്ങനെ ഉണ്ടാവും? ഇതൊരു സ്പൊറാഞ്ചിയാണ് വിചാരിക്കുക. ഇതൊരു സ്പൊറാഞ്ചിയം. ഈ കാണുന്ന ഇതാണ് എന്ത്? സ്പോർ. അപ്പം ഈ സ്പൊറാഞ്ചിയം രണ്ട് ടൈപ്പിലാണ്. ഒന്ന് മോട്ടൈലായിട്ട് വരുന്നത് സൂസ്പോർ. ഓക്കെ,
ഈ സൂസ്പോറിന് എന്താ പ്രത്യേകത? അവർക്ക് ഫ്ലജല്ല ഉണ്ടാവും. അവർക്ക് ഫ്ലജല്ല ഉണ്ട്. ഇതാണ് ഫ്ലജല്ല. ഈ ഫ്ലജല്ല ഉള്ളതിനെ കൊണ്ടാണ് എന്താവുന്നത്? മോട്ടൈൽ, അതായത് ചലനശേഷി അല്ലെങ്കിൽ മൂവ്മെന്റ് ഉള്ള ആരുള്ളതിനെ കൊണ്ടാണ്? ഈ ഫ്ലജല്ല ഉള്ളതിനെ കൊണ്ടാണ്. അപ്പം സ്പൊറാൻജിയത്തില് രണ്ടായിട്ടുണ്ട്, സൂസ്പോറും ഉണ്ട്, അതേപോലെ തന്നെ എപ്ലാനോസ്പോർ. എപ്ലാനോസ്പോർ എപ്ലാനോസ്പോർ ഈ എപ്ലാനോസ്പോറിന് എന്തില്ല? ഫ്ലജല്ല ഇല്ല. അപ്പൊ അവരെന്തായിരിക്കും? നോൺ ടൈൽ. ഓക്കെ, സോ സ്പൊറാൻജിയം ഇതാണ് സ്പോർ. അത് ആക്ച്വലി രണ്ട് ടൈപ്പ് ഉണ്ട്. മൊട്ടൈൽ, അതായത് സൂസ്പോറും ഉണ്ട്, എപ്ലാനോസ്പോറും ഉണ്ട്. സൂസ്പോർ എന്താ? മൊട്ടൈലാണ്. എപ്ലാനോസ്പോർ നോൺ മൊട്ടൈലാണ്. ഈ സൂസ്പോറിന് എന്തുണ്ട്? ഫ്ലജല്ല ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫൈറ്റോമൈസൈറ്റ്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കിയാലോ? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മൂന്ന് ആൾക്കാർ, ഐസോഗാംസ്. ഐസോഗാംസ്. ഓക്കെ, ഈ ഐസോഗാമസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം സിമിലർ സൈസ് ആയിരിക്കും, സിമിലർ ആയിരിക്കും. ഓക്കെ, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും സിമിലർ ആയിരിക്കും. ഇനി അടുത്തതാണ് ആനൈസോഗാമസ്. ആനൈസോഗാമസ്. ഈ ആനൈസോഗാമസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും സിമിലർ അല്ല, ഡിസിമിലർ ആയിരിക്കും. ഓക്കെ, ഡിസിമിലർ. മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും എന്തായിരിക്കും? ഡിസിമിലർ ആയിരിക്കും. ഡിസിമിലർ ആയിരിക്കും. ഇനി അടുത്താണ് പൂഗാമസ്. പൂഗാമസിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കും. ഓക്കെ, അതാണ് പൂഗാമസ്. ഇനി ഇവരെങ്ങനെയാണ് നോക്കിയാൽ? ഇവരാദ്യം ഫ്യൂസ് ചെയ്യും. മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും കൂടെ ഫ്യൂഷൻ ആണ്. ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ് എല്ലാത്തിലും. ഇപ്പം ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ് നടന്നിട്ട് എന്ത് ഫോം ചെയ്യും? സൈഗോസ്പോർ. സൈഗോസ്പോർ ഫോം ചെയ്യും. ഈ സൈഗോസ്പോർ സൈഗോസ്പോർ. ഓക്കെ, ഈ സൈഗോസ്പോർ എന്ത് സംഭവിക്കും? ഈ സൈഗോസ്പോറിന് മിയോസിസ് ആണ്. ഈ സൈഗോസ്പോറിൽ മിയോസിസ് നടക്കും. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ ഇതൊരു മിയോസിസ് നടന്നൊരു ആൾക്കാർ. ഓക്കെ, അതിൻ്റെ അകത്തുനിന്ന് എന്ത് ഫോം ചെയ്യും? സ്പോർ വരും. ഇവിടെ പൊട്ടിയിട്ട് സ്പോർ പുറത്തേക്ക് വരും. ഓക്കെ, ഇതൊരു എന്താന്ന് പറയുക? ഇതൊരു എൻഡോജീനസ്. എൻഡോജീനസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻഡോജീനസ് എന്ന് പറഞ്ഞാൽ ഒരു എൻക്ലോസ്ഡ് ആയ ബോഡി, അതായത് ഇൻസൈഡിൽ നിന്ന് സ്പോർ വരും. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയാൽ കാണാം, ഈ ബോഡിനുള്ളിലായിരുന്നു ആരുള്ളത്? സ്പോർ ഉണ്ടായിരുന്നു. ആ ബോഡി പൊട്ടി പുറത്തേക്കാണ് സ്പോർ വരുന്നത്. അപ്പൊ അതൊരു എൻഡോജീനസ് ആണ്. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ നടക്കുന്ന ഫ്യൂഷൻ, ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോസ്പോർ ഉണ്ടാകുന്നു. സൈഗോസ്പോർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് നടക്കും? മിയോസിസ് നടക്കും. മിയോസിസ് നടന്നിട്ട് സ്പോർ പുറത്തേക്ക് വരും. ഓക്കെ, ഇവിടെ നടക്കുന്നത് എൻഡോജീനസ്, അതായത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് ആസ്കോമൈസൈറ്റ്സ്. ആസ്കോമൈസൈറ്റ്. ഈ ആസ്കോമൈസൈറ്റ്സിന് വേറൊരു പേര്, അതാണ് സാക് ഫംഗൈ. സാക് ഫംഗൈ. ഓക്കെ, ഇതിലുള്ള അധിക ആൾക്കാർ എന്താ? മൾട്ടി സെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാർ. മോസ്റ്റ്ലി ആൾക്കാർ എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. അതിന് എക്സാമ്പിൾ ഇപ്പം പെൻസിലിയം. പെൻസിൽ ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ നമുക്ക് യൂണിസെല്ലുലാർ ആയ ആൾക്കാരെ, യൂണിസെല്ലുലാർ ആയ ആൾക്കാരെ കാണാം. അതിന് എക്സാമ്പിൾ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈസ്റ്റ്. ഈസ്റ്റ് ആണ് യൂണിസെല്ലുലാറിന്റെ എക്സാമ്പിൾ. ഈ ആസ്കോമൈസൈറ്റ്സ് അധികം ആൾക്കാർ എന്താ? മൾട്ടി സെല്ലുലാർ ആണ്. റയർ ആയിട്ട് നമുക്ക് യൂണിസെല്ലുലാർ കാണാം. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഈസ്റ്റ്. ഓക്കെ, ഇനി ഇവരുടെ മൈസീലിയം എങ്ങനെയാണ്? മൈസീലിയം, ഇവരുടെ മൈസീലിയം ബ്രാഞ്ച്ഡ് ആണ്. അതേപോലെ തന്നെ സെപ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ സെപ്റ്റേറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക?
ഇതാണ് സെപ്റ്റ അല്ലേ? സെപ്റ്റ അല്ലെങ്കിൽ ക്രോസ് വാൾ. ഇതൊക്കെ എന്താ ന്യൂക്ലിയസ് ആണ് അല്ലേ? സോ ഇങ്ങനെയാണ് ആസ്ട്രോമൈസൈറ്റ്സിൽ മൈസീലിയം കാണുന്നുണ്ടാവുക. ഫൈക്കോമൈസൈറ്റ്സ് എങ്ങനെയാണ് മൈസീലിയം കണ്ടത്? ഫൈക്കോമൈസൈറ്റ്സിൽ നമ്മൾ അസെപ്റ്റേറ്റ്, അവിടെ ക്രോസ് വാൾ ഇല്ല, അതേപോലെ തന്നെ സീനോസൈറ്റിക് മൾട്ടി ന്യൂക്ലിയേറ്റഡ്. ഇവിടെ എന്താ മൾട്ടി ന്യൂക്ലിയേറ്റഡ് അല്ല അല്ലേ? അതേപോലെ തന്നെ സെപ്റ്റ ഉണ്ട്. ഓക്കെ, ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ, ആസ്ട്രോമൈസൈറ്റ്സിന്റെ റീപ്രൊഡക്ഷൻ, അതിൽ 3 ടൈപ്പ്. ഒന്നാമതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ 3 ടൈപ്പ് നടക്കുന്നുണ്ട്. ഒന്ന് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്രാഗ്മെന്റിൽ നിന്ന് ഇപ്പോൾ ബോഡി ഇങ്ങനെ കട്ടാവുകയാണെങ്കിൽ ഓരോ ഫ്രാഗ്മെന്റിൽ നിന്നും പുതിയ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്യും. ഓരോ ഫ്രാഗ്മെന്റിൽ നിന്നും പുതിയ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഇനി ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ല് 2 സെല്ലായിട്ട് മാറുക, ഇതാണ് ഫിഷൻ. ഇനി അതേപോലെ ബഡ്ഡിങ് എവിടെ കാണുന്നത്? ഈസ്റ്റിൽ കാണുന്നു. ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ പാരന്റ് ബോഡിയിൽ നിന്ന് വേറൊരു ബോഡി വരുന്നു, ലാസ്റ്റ് പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് അത് മാറും. രണ്ടും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് എന്ത് കാണാം? കൊണീഡിയ കാണാം. കൊണീഡിയ എങ്ങനെയാണ്? ഇതിപ്പോ ഒരു കൊണീഡിയ ആണെങ്കിൽ ഇതൊരു കൊണീഡിയോഫോർ ആണ്. ഇത് കൊണീഡിയോസ്പോർ. ഓക്കെ, ഈ കൊണീഡിയോസ്പോറിനുള്ളിൽ ഇതിനുള്ളിൽ ആരുണ്ടാവുക? സ്പോർ ഉണ്ടാവുക. ഇത് ഫോറാണ്, ഇത് സ്പോറാണ്. ഓക്കെ, സോ കൊണീഡിയനുള്ള വരുന്ന സ്പോറായിട്ട് കൊണീഡിയോസ്പോർ. അത് എന്താണ്? എക്സോജീനസ്. ഇതാണല്ലോ ഇവരുടെ ബോഡി. ആ ബോഡി ഇതാണല്ലോ ഈ കൊണീഡിയന്റെ ബോഡി വരുന്നത്. ഇതിന്റെ പുറമെയാണ്, അതായത് ബോഡീന്റെ പുറമെയാണ് ആര് വരുന്നത്? നമ്മുടെ കൊണീഡിയ സ്പോർ വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സോജീനസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് വരുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ വരുന്നത് ആസ്ട്രോകാർപ്പ. അതായത് ഇതിപ്പോ ഒരു ആസ്ട്രോകാർപ്പ്, ഇതിനെ ആസ്കസ് എന്ന് വിളിക്കും. ഇതിനുള്ളിൽ കാണുന്നതാണ് ആസ്ട്രോസ്പോസ്. അപ്പം ഇത് ശരിക്കും ആക്ച്വലി എന്താ? ഈ ബോഡിയുടെ ഉള്ളിൽ തന്നെയാണ് എന്തുള്ളത്? സ്പോർ ഉള്ളത്. സോ ഇതെന്തായിരിക്കും? എൻഡോജീനസ്. ഓക്കെ ആണോ? സോ ഇതിന്റെ എക്സാമ്പിൾ ആയിരിക്കാം നോക്കിയാൽ നമുക്ക് ആസ്ട്രോമൈസൈറ്റ്സ്, ആസ്പെർഗില്ലസ് കാണാം. അതേപോലെ ന്യൂറോസ്പോറ, ക്ലാവിസെപ്സ്. ഫൈക്കോമൈസൈറ്റ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈക്കോമൈസൈറ്റ്സിന്റെ എക്സാമ്പിൾ ന്യൂക്കർ, പിന്നെ റൈസോപ്പസ്. ഓക്കെ, നമ്മുടെ ബ്രെഡ് മൗൾഡ് എന്ന് പറയുന്നത് അതാണ് റൈസോപ്പസ്. അടുത്താണ് ആൽബ്യൂഗ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്റ്റാർഡിൽ കാണുന്ന പാരസൈറ്റ്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? ഡെസിഡിയോമൈസൈറ്റ്സ്.
Basidiomycetes. ഇതിൽ നമുക്ക് എന്ത് കാണാം? മഷ്റൂം, അതേപോലെ തന്നെ നമുക്ക് ബ്രാക്കറ്റ് ഫംഗി അല്ലെങ്കിൽ പഫ് പോട്ട്സ്. ഓക്കെ, സോ ഇവര് ഹാബിറ്റായിട്ട് എന്തൊക്കെയാന്ന് നോക്കിയാലോ, ഇവര് നമുക്ക് സോയിൽ ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ ട്രീസിന്റെ ഒക്കെ ലോക്സിൽ കാണാം, അതേപോലെ തന്നെ ലിവിങ് പാരസൈറ്റ്സ്, ലിവിങ് പ്ലാന്റ്സ് ആസ് പാരസൈറ്റ്. സോ ഇവിടെയൊക്കെ നമുക്ക് ആരെ കാണാം? ബെസിഡിയോമൈസൈറ്റ്സിനെ കാണാം. ഓക്കെ, സോ ഇവരുടെ മൈസീലിയം എങ്ങനെയാണ്? ഇവരുടെ മൈസീലിയം ബ്രാഞ്ച്ഡ് ആണ്, അതേപോലെ തന്നെ സെപ്റ്റേറ്റ് ആയിട്ടാണ്. ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. ഇതാണ് മൈസീലിയെങ്കിൽ ഇതാണ് എന്ത്? സെപ്റ്റ അല്ലേ? ഇതാണ് എന്ത്? സെപ്റ്റ അല്ലെങ്കിൽ ക്രോസ്. ഓക്കെ, സോ ബെസിഡിയോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്രാക്കറ്റ് ഫംഗിയെന്നും മഷ്റൂമെന്നും ടൊപ്പോ എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ഇവർ കാണുന്ന സോയില് മറ്റു ട്രീസിന്റെ ലോക്സിൽ ലിവിങ് പ്ലാന്റ് ആസ് പാരസൈറ്റ്. പിന്നെ മൈസീലിയം ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ നോക്കിയാലോ. റീപ്രൊഡക്ഷനിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവിനകത്ത് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഫ്രാഗ്മെന്റിനും പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടായി മാറുന്നതിനാണ് എന്താ പറയുക? ഫ്രാഗ്മെന്റേഷൻ. ന്യൂ ഇൻഡിവിജ്വൽസ് ഫ്രം ഈച്ച് ഫ്രാഗ്മെന്റ്. അതാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവർക്ക് നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ സെക്സ് ഓർഗൻസ് ഒക്കെ ആബ്സെന്റ്, അതിന് പകരം ബെസിഡിയോ സ്പോർസ് ഒക്കെ ഉണ്ടാകും. പറഞ്ഞത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പം അതിലിപ്പം നമ്മളിപ്പം 3 സ്റ്റേജ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാസ്മോഗമി, അതേപോലെ തന്നെ നമ്മൾ കാരിയോഗമി, പിന്നെ മിയോസിസ് അല്ലേ? സോ ഈ പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോപ്ലാസത്തിന്റെ യൂസ് ചെയ്യാം. ഇപ്പം പ്രോട്ടോപ്ലാസം യൂസ് ചെയ്യും. സോ ഇതാണ് പ്ലാസ്മോഗമി സ്റ്റേജ് ആണ്. ഇത് ഫ്യൂസ് ചെയ്യുന്നു. ഇത് ഫ്യൂസ് ചെയ്തിട്ട് എന്താവും? ഒരു ഡൈക്കാരിയോൺ എന്ന് പറഞ്ഞൊരു ഫേസ് ആവും. അപ്പം അതിലെന്താ? ഡൈക്കാരിയോൺ ഫേസ് എന്താ? ഡബിൾ ന്യൂക്ലിയേറ്റഡ് അല്ലേ? ഡൈക്കാരിയോൺ ഫേസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ന്യൂക്ലിയേറ്റഡ്. ഡൈക്കാരിയോൺ ഫേസ് അതാ ഡബിൾ ന്യൂക്ലിയേറ്റഡ്. അപ്പൊ അവിടുന്ന് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? കുറച്ച് കഴിയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്താവത്തില്ല, അവര് ന്യൂക്ലിയസ് ഒന്നാവത്തില്ല. കാരണം ന്യൂക്ലിയസ് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഒരു സെല്ലിനകത്ത് കാണുന്നത്. അപ്പം കുറച്ച് കഴിയുന്ന നേരം എന്താവും? അവിടെ കാരിയോഗമി നടക്കും. കാരിയോഗമി നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താവും? പിന്നെ മിയോസിസ് നടന്നത്. കാരിയോഗമി നടന്നു കഴിഞ്ഞാൽ മിയോസിസ് നടക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ ഉണ്ടാവും. ഇതാണ് എന്ത്? നമ്മുടെ ബെസിഡിയോസ്പോർ. ഓക്കെ, അപ്പം ഈ ബെസിഡിയത്തിനാണ് എന്തുണ്ടാവുക?
ചെയ്തിട്ട് ബെസിഡിയോസ്പോർ വരും. ഈ ബെസിഡിയോസ്പോർ പിന്നെ പുറത്തേക്കാണ് വന്നിട്ട് സ്പോർ പോലെ വന്നിട്ട് അത് ജേർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? എഗാരിക്കസ്. അതേപോലെ എഗാരിക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? മഷ്റൂം ആണ്. പിന്നെ യുസ്റ്റിലാറ്റോ നമ്മുടെ സ്മട്ട് എന്ന് പറയുന്ന സാധനം. പിന്നെ പക്സീനിയ നമ്മുടെ റെസ്റ്റ് ഫംഗസ് ആണ് പക്സീനിയ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തതാണ് ഡിറ്റീരിയോമൈസൈറ്റ്സ്. ഡിറ്റീരിയോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ ഇംപെർഫെക്റ്റ് ഫംഗൈയാണ്. ഇംപെർഫെക്റ്റ് ഫംഗൈയാണ്. അവർക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ ആണ്. ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ അവർക്ക് കൊണീഡിയ. ഇവരുടെ മൈസീലിയം എങ്ങനെയാണ്? മൈസീലിയം ബ്രാഞ്ച്ഡ് ആണ്. അതേപോലെ തന്നെ സെപ്റ്റേറ്റ്. എങ്ങനെയിരിക്കും? ഇതാണെങ്കിൽ സെപ്റ്റ അല്ലെ, അല്ലെങ്കിൽ ക്രോസ് വാൾ. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ചില മെമ്പേഴ്സ് എന്താ? സാപ്രോഫൈറ്റ്സ് ആണ്. ചില മെമ്പേഴ്സ് പാരസൈറ്റ്സ് ആണ്. ചില മെമ്പേഴ്സ് എന്താണ്? സാപ്രോഫൈറ്റ്സ് ആണ്. ചില മെമ്പേഴ്സ് എന്താ? സാപ്രോഫൈറ്റ്സ് ആണ്. ചില മെമ്പേഴ്സ് പാരസൈറ്റ്സ് ആണ്. അതേപോലെ തന്നെ ലാർജ് നമ്പർ ആൾക്കാരുണ്ടാവും. ഒരുപാട് പേര് ലാർജ് നമ്പർ ഡീകമ്പോസേഴ്സ് ഉണ്ട്. അപ്പം ഇവരൊക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു? ഹെൽപ്പ് ഇൻ മിനറൽ റീസൈക്ലിംഗ്. ഡീകമ്പോസേഴ്സ് ഓഫ് ലിറ്റർ and helps in mineral recycling. സോ ഈ ഇംപെർഫെക്റ്റ് ഫംഗി അല്ലെങ്കിൽ ഡിറ്റീരിയോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണീഡിയ. പിന്നെ മൈസീലിയം ബ്രാഞ്ച് ആണ്. സെപ്റ്റേറ്റ് ആണ്. അവർ സാപ്രോഫൈറ്റ്സ് കാണാം, പാരസൈറ്റ്സ് കാണാം. ഒരുപാട് പേരുണ്ടാ? ഡീകമ്പോസേഴ്സ് ആണ്. ഡീകമ്പോസ് ഓഫ് ലിറ്റർ ആൻഡ് ഹെൽപ്പ് ഇൻ മിനറൽ റീസൈക്ലിംഗ്. ഇതിന് എക്സാമ്പിൾ ആണ് എന്ത്? ട്രൈക്കോഡെർമ. അതേപോലെ തന്നെ ആൾട്ടർനേരിയ, പിന്നെ പോളിട്രിക്കം. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ഒന്ന് നോക്കിയാലോ. സോ നമ്മുടെ ഫൈറ്റോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് എക്വാട്ടിക് ഹാബിറ്റാറ്റ്സിൽ കാണാം. അതേപോലെ തന്നെ ഡീക്കേയിങ് വുഡ്, മോയിസ്റ്റ് ആൻഡ് ഡാൻഡി പ്ലേസസ്. അതേപോലെ തന്നെ ഇവർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ഓൺ പ്ലാന്റ്സ് ആണ്. മൈസീലിയം എന്താ? സെപ്റ്റേറ്റ്, അതായത് അവർക്ക് സെപ്റ്റ ഇല്ല. അതേപോലെ തന്നെ സീനോസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടി ന്യൂക്ലിയേറ്റഡ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ എവിടെയാ? സൂസ്പോർ എന്താ? മൊട്ടൈൽ ആണ്. അല്ലെങ്കിൽ ആപ്ലാനോസ്പോർ ആകാം, അത് നോൺ മൊട്ടൈൽ ആണ്. സൂസ്പോറിന് എന്തുണ്ട്? ഫ്ലജല്ല ഉണ്ട്. അതേപോലെ എൻഡോജീനിയസ്ലി ആണ്, അത് ഇൻസൈഡിൽ നിന്നാണ്, സ്പൊറാഞ്ചിയത്തിന് ഉള്ളിൽ നിന്നാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ സൈഗോസ്പോർ ഫോം ചെയ്താൽ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഗാമീറ്റ്സ് സിമിലർ ആണെങ്കിൽ ഐസോഗാമീറ്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്താ? സൈഗോസ്പോർ ഫോം ചെയ്തത് ഗാമേറ്റ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോസ്പോർ നടക്കുന്നു, എന്നിട്ട് മിയോസിസ് നടക്കുന്നു. ഐസോഗാമസ് ഉണ്ട്, അത് സിമിലർ ആയിരിക്കും, മോർഫോളജി ആയിട്ട് സിമിലർ ആയിരിക്കും ഗാമേറ്റ്സിന്റെ. അതേപോലെ ആനൈസോഗാമസ് ആണെങ്കിൽ ഡിസിമിലർ ആയിരിക്കും. ഊഗാമസ് ആണെങ്കിൽ ഒന്ന് വലുത് ഒന്ന് ചെറുതുമായിരിക്കും. അതേപോലെ എക്സാമ്പിൾ ആയിരിക്കാം മ്യൂക്കർ ഉണ്ട്, റൈസോപ്പസ് ഉണ്ട്, അതേപോലെ ആൽബീഗോ ഉണ്ട്. ഇനി അടുത്തതാണ് ആസ്കോമൈസൈറ്റ്സ്. അതിൽ നമ്മൾ എന്താ വിളിക്കുക? സാക് ഫംഗൈ. അപ്പം ഈ ആസ്കോമൈസൈറ്റ്സ് മോസ്റ്റ്ലി എന്താ? മൾട്ടി സിമിലർ ആണ്. അതിന് എക്സാമ്പിൾ ആണ് പെൻസിലിയം. അതേപോലെ നമുക്ക് റെയർ ആയിട്ട് എന്ത് കാണാം? ഈസ്റ്റ് കാണാം, അത് സെക്കാരോമൈസസ് പറയും. ഓക്കെ, ഈ സാപ്രോഫൈറ്റിക് ആണ്, ഡീകമ്പോസേഴ്സ് ആണ്, പാരസൈറ്റിക് ആണ്, കോപ്രോഫിലസ്. ഈ കോപ്രോഫിലസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൗഡങ്, ഡങ് അങ്ങനത്തെ സാധനമൊക്കെയാണ് നമ്മൾ ചാണകം എന്നൊക്കെ പറയുന്നത്, അതാണ് കോപ്രോഫിലസ്. ഓക്കെ, അവിടെയൊക്കെ ആരുണ്ട്? നമ്മുടെ ആസ്കോമൈസൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ ആസ്കോമൈസൈറ്റ്സിന്റെ മൈസീലിയം എങ്ങനെയാണ്? അത് ബ്രാഞ്ചിലാണ്. അതേപോലെ സെപ്റ്റേറ്റ് ആണ്.
എസെക്ഷൽ സ്പോർസ് എന്തൊക്കെയാണ്? കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് എക്സോജീനസ് ആണ്. ഓക്കെ, അപ്പം അതിന്റെ കൊണീഡിയ സ്പോറിന്റെ മുകളിലാണ് കൊണീഡിയ സ്പോർ ഉണ്ടാവുന്നത്. ആ കൊണീഡിയ സ്പോറിനുള്ളിൽ നിന്നാണ് സ്പോർസ് ഡെവലപ്പ് വരുന്നത്. ഓക്കെ, അപ്പം കൊണീഡിയന്റെ ജെർമിനേഷൻ വഴി പിന്നെ നമുക്ക് മൈസീലിയം കിട്ടും. ഈ സെക്ഷൽ സ്പോർസ് ആണെങ്കിൽ അത് ആസ്പോസ്പോർ എന്നും അതെന്താ എൻഡോജീനിയസ് ആവും, അതായത് സാക്ക് ലൈക്ക് ആസ് ആസ്പസ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അവരെന്താ പ്രോട്ടീൻ ബോഡീസ് അറേഞ്ച് ചെയ്ത് ആസ്പോകാപ്സ് ആണ്, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ എന്താ? ആസ്പെഗിലസ് ഉണ്ട്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ. ന്യൂറോസ്പോറസ് എക്സ്റ്റെൻസീവ്ലി ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് വർക്ക് ആണ്. നമ്മൾ ഈ ന്യൂറോസ്പോറ യൂസ് ചെയ്യുന്നതിനാ നമ്മുടെ ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് വർക്ക്സിനൊക്കെയാണ് നമ്മൾ ന്യൂറോസ്പോറനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറേ ആൾക്കാരെന്താ മോറൽസ് ഉണ്ട്, പഫിൾസ് ഉണ്ട്, എഡിബിൾ ആണ് ചിലതൊക്കെ. ഓക്കെ, ഇനി അടുത്തതാണ് ബെസീഡിയം മൈസെറ്റ്സ്. അവർ നമ്മൾ എന്താ വിളിക്കുന്നത്? മഷ്റൂംസ് എന്ന് വിളിക്കാറുണ്ട്, ബ്രാക്കറ്റ് ഫംഗി എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ പഫ് ബോളുകൾ അവരെവിടേക്കാണ് വളരുന്നത്? അവർ സോയിലില്, ട്രീസിന്റെ ലോക്സിൽ, ട്രീസിന്റെ സ്റ്റംസിൽ, അതേപോലെ ലിവിങ് പ്ലാന്റ് ബോഡീസ് ഒക്കെ നമുക്ക് കാണാം എന്തായിട്ട്? പാരസൈറ്റ് ആയിട്ട്. അതിന് എക്സാമ്പിൾ ആണ് റസ്റ്റ്, സ്മട്ട്. ഇവരുടെ മൈസീലിയം എങ്ങനെയാണ്? മൈസീലിയം ബ്രാഞ്ച്ഡ് ആണ്, അതേപോലെ തന്നെ സെപ്റ്റേറ്റ് ആണ്. Asexual spores ഇവർക്കില്ല. Asexual spores are generally not found. But vegetative reproduction എങ്ങനെയാണ്? ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് നടക്കുന്നത്. ഓക്കെ, ഇവർക്ക് സെക്സ് ഓർഗൻസ് എന്താണ്? സെക്സ് ഓർഗൻസ് ആബ്സെന്റ് ആണ്. ബട്ട് പ്ലാസ്മോഗമി ഈസ് ബ്രോട്ട് ബൈ ഫ്യൂഷൻ ഓഫ് ടു വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽ വഴി എന്ത് നടക്കുന്നു? ഫ്യൂഷൻ നടക്കുന്നു, പ്ലാസ്മോഗമി നടക്കുന്നു. ഓക്കെ, പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ എന്താ? സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അങ്ങനെ ജീനോടൈപ്പിലായിട്ട് ഒന്നാവുന്നു. പിന്നെ നമുക്ക് കുറെ കഴിയുന്ന സമയത്ത് കാരിയോൺ നടക്കും. പക്ഷെ കാരിയോൺ നടക്കുന്നതിന് മുന്നേ എന്തായിരിക്കും? ഒരു ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഡൈക്കാരിയോട്ടിക് ഫേസ് വരുന്നുണ്ട്. അതിന് പിന്നെയാണ് നമ്മൾ എന്താകുന്നത്? അത് നേരെ ബെസീലിയത്തിലേക്ക് ഡെവലപ്പ് ചെയ്യും. ഈ ഡൈക്കാരിയോട്ടിക് ഫേസ് ബെസീലിയത്തിൽ ഡെവലപ്പ് ചെയ്യുന്നു. അവിടുന്ന് പിന്നെ കാരിയോ മീൻസ് ന്യൂക്ലിയസ് ആണ്, കാരിയോമി നടക്കുന്നു. അതിനുശേഷം മിയോസിസ് നടക്കുന്നു. മിയോസിസ് ഈസ് എ റിഡക്ഷൻ ഡിവിഷൻ. ഓക്കെ, എന്നിട്ട് ബെസീഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രണ്ട് ബെസീഡിയോസ്പോർസ് ആവുന്നു. ആ ബെസീഡിയോസ്പോർസ് എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ബെസീഡിയം. ഓക്കെ, അപ്പം ഇത് അറേഞ്ച് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് ബോഡീസ് ആണ്, ബെസീഡിയോ കാപ്സ് ആണ്, ബെസീഡിയോസ്പോർ. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് ഇവർ കാണുന്ന എക്സാമ്പിൾ അഗാരിക്കസ് മഷ്റൂം എന്ന് പറയുന്നത്, യുസ്റ്റിലാഗോസ് മട്ടാണ്, വക്സീന ഫംഗസ്. ഇനി അടുത്താണ് ഡിറ്റിയോമൈസെറ്റ്സ്. ഇവർ നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഇംപെർഫെക്റ്റ് ഫംഗൈ. അതായത് ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് ഫേസും മാത്രമേ നടക്കുന്നുള്ളൂ. സോ അതേപോലെ തന്നെ ഇവിടെ സെക്ഷൽ ഫോംസ് നമ്മൾ എന്തായാലും ഡിസ്കവർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെക്ഷൽ ഫോംസ് ഡിസ്കവർ ചെയ്ത് നമ്മൾ വേറെ ഗ്രൂപ്പിലേക്ക് നമ്മൾ അവരെ ആഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ സെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് സ്റ്റേജ് ഹാവ് ബീൻ ഗിവൻ വൺ നെയിം ആൻഡ് പ്ലേസ്ഡ് അണ്ടർ ഡിറ്റിയോമൈസെറ്റ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സെക്ഷൽ സ്റ്റേജ് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവരെ നമ്മൾ വേറെ ക്ലാസ്സിലേക്ക്, അതായത് ആസ്ട്രോമൈസെറ്റ്സിലോ ബെസീഡിയോമൈസെറ്റ്സിലോ നമ്മൾ മാറ്റുന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ data linkages were established, ഫംഗി കറക്റ്റ്ലി ഐഡന്റിഫൈഡ് ആൻഡ് മൂവ് ഓൺ ടു ഡിറ്റിയോമൈസെറ്റ്സ് ആണ്. കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മളെ എന്ത് ഇംപെർഫെക്റ്റ് ഫംഗിനെ ഡിറ്റിയോമൈസെറ്റ്സിനെ വിളിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, വൺസ് പെർഫെക്റ്റ് ഫംഗ്, അതായത് സെക്ഷൽ സ്റ്റേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ ഡിറ്റിയോമൈസെറ്റ്സ് നമ്മൾ ഡിസ്കവർ ചെയ്യുന്നത് അവരെങ്ങോട്ട് മാറ്റും? ആസ്ട്രോമൈസെറ്റ്സിലേക്ക് അല്ലെങ്കിൽ ബെസീഡിയോമൈസെറ്റ്സിലേക്ക് അവരെ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവരെന്താ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് കൊണീഡിയ വഴിയാണ്. മൈസീലിയം എന്താ? സെപ്റ്റേറ്റ് ഉണ്ട്, ബ്രാഞ്ച്ഡ് ആണ്. ചില മെമ്പേഴ്സ് എന്താണ്? സാപ്രോഫൈറ്റ്സ് ആണ്, ചില മെമ്പേഴ്സ് പാരസൈറ്റ്സ് ആണ്. അതേപോലെ ലാർജ് നമ്പർ ഓഫ് ആൾക്കാർ എന്താ? ഡീകമ്പോസേഴ്സ് ആണ്. അവരെന്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മിനറൽ സൈക്കിൾ. ഇതിന് എക്സാമ്പിൾ ആയിരിക്കാം ആൾട്ടർനേറിയ, പോളിട്രിക്കം, ട്രൈക്കോഡർമ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്ത് ഡിറ്റിയോമൈസെറ്റ്സ് കിങ്ഡം ഫാൻഡിൽ. ഓക്കെ, ഇനി നമുക്ക് കിങ്ഡം പ്ലാന്റേ ഉണ്ട്, കിങ്ഡം ആനിമേലിയ ഉണ്ട്. കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമേലിയും നമുക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ വേണം, നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വൈറസ്, വൈറോസ്, പ്രയോൺസ്, ലൈക്കൻസ് പഠിക്കും. ഓക്കെ, താങ്ക് യു. നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.